നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ ഗൗതമിനെ വേർപിരിക്കാൻ നിങ്ങളെന്നല്ല, നിങ്ങളുടെ തലതൊട്ടപ്പൻ ശ്രമിച്ചാലും നടക്കില്ല. ഞങ്ങൾ ചിലപ്പോൾ മരണത്തിൽ പോലും ഒരുമിച്ചായിരിക്കും. അങ്ങനെയല്ലാതൊരു വിധി ഞങ്ങൾക്കുണ്ടാക്കി തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഫയലിൽ തോന്നിവാസം എഴുതി വെച്ചിട്ട് നീ എന്നെ വെല്ലുവിളിക്കുക ആണല്ലോ, വെല്ലുവിളി തന്നെയാണ്. എങ്കിൽ നീ ഒന്ന് മനസ്സിൽ കരുതി വെച്ചോ നിധിയെ. ശിവാനിയെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്ന് നിന്നെയും ഗൗതമിനെയും രണ്ട് വഴിക്കാക്കി നിന്നെ ആ വീടിന്റെ പടിയിറക്കി വിട്ടില്ലെങ്കിൽ എന്റെ പേര് വസുന്ധര എന്നല്ല. പേര് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ആ, എനിക്ക് കുഴപ്പമില്ല. ആ പേര് ഏതെങ്കിലും വളർത്തു മൃഗത്തിന് ഇട്ടോളൂ. എടീ, അതായിരിക്കും നല്ലത്. പോട്ടെ മാഡം. മുഖം വാടിയിരിക്കുന്നല്ലോ. ഒന്നുമില്ലമ്മേ. മോളെന്താ ഈ നേരത്ത്? ഇന്ന് പഠിപ്പിക്കാൻ പോയില്ലേ? ഇനി ആ സ്കൂളിലേക്ക് പോകണ്ടമ്മാവാ. അതെന്തു പറ്റി? എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ CK ചന്ദ്രബോസ് എന്നോടുള്ള പക തീർത്തു. ഇപ്പൊ ആ സ്കൂളിന്റെ മാനേജ്മെന്റ് അയാളുടേതാ. അയാളത് ഏറ്റെടുത്ത ഉടൻ എന്നെ പുറത്താക്കി. നമ്മൾ ജോലിക്കെന്നല്ല എന്ത് കാര്യത്തിനായാലും ഒരിടത്ത് ചെന്ന് കയറിയാലേ വായും മൂടി മര്യാദക്കിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. സ്കൂളിലെ ടീച്ചർ ജോലി എന്ന് പറയുന്നതേ വലിയ കളക്ടർ ഉദ്യോഗമൊന്നും അല്ല. അതുപോലും മര്യാദയ്ക്ക് നോക്കി നടത്താൻ പറ്റൂലെന്ന് പറഞ്ഞല്ലേ നാണക്കേടാ. ദേ, നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട. സ്വന്തം വലിപ്പം അറിയാതെ കണ്ണി കണ്ടവരെയൊക്കെ കയറി അങ്ങ് മുട്ടാൻ പോവും. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീയേ ആരുമല്ല. സമൂഹത്തിലുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഒരു പണക്കാരനെ ഭർത്താവായി കിട്ടിയെന്ന് കരുതി നീ അങ്ങ് കോലോത്ത തമ്പുരാട്ടിയായെന്ന് വിചാരിക്കണ്ട. നിനക്ക് നാവൊന്ന് അടക്കാമോ രേണുകെ? ഒരാള് ജോലി നഷ്ടപ്പെട്ട സങ്കടം പറയുമ്പോ അതിന്റെ മോളിൽ കയറിയിരുന്ന് കുത്താൻ നോക്കരുത്. നീ വിഷമിക്കാതിരിക്കും മോളെ. ജോലിയില്ലാന്ന് കരുതി നിനക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അങ്ങനല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുള്ളതിലല്ലോ കാര്യം. ആ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ നിഖിലിന്റെ പഠിപ്പിനും അമ്മയുടെ മരുന്നിനും ഒക്കെ അത്യാവശ്യം എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇനി വേറൊരു സ്കൂളിൽ ട്രൈ ചെയ്ത് ജോലി കിട്ടണമെങ്കിൽ തന്നെ സമയമെടുക്കും. അതിന്റെ ഒരു ടെൻഷനിലാ ഞാൻ. ഒരു ടെൻഷനും വേണ്ട ചേച്ചി. ജോലി പോയെന്ന് കരുതി ചേച്ചി സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്റെ ജോലി പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. ചേച്ചിക്ക് ജോലി ഇല്ലെങ്കിലും അത്യാവശ്യ ചെലവിനുള്ള പണം കിട്ടാനുള്ള വഴിയൊക്കെ ശരിയായിട്ടുണ്ട്. എന്താടാ, നിനക്ക് ലോട്ടറി അടിച്ച ലക്ഷങ്ങൾ വല്ലതും ബാങ്കിൽ വന്നോ? ലോട്ടറി അടിച്ചല്ലെങ്കിലും ലക്ഷങ്ങളൊക്കെ ബാങ്കിൽ വന്നിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 25 ലക്ഷം രൂപ. അമ്മേ, എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നത്? നിനക്ക് വട്ടായോ? അവൻ വെറുതെ പറഞ്ഞതല്ല മോളെ, സത്യമാണ്. രാവിലെ ഗൗതം വിളിച്ചിരുന്നു.
ഇവനോട് ഇവിടുത്തെ ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. 25 ലക്ഷം രൂപ ഇവന്റെ പേരില് ഗൗതം ബാങ്കിൽ ഫിക്സഡ് ഇട്ടു. ഈശ്വര, 25 ലക്ഷം രൂപയോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗൗതം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുന്നോ? സത്യമാണ് മോളെ. ഗൗതം രാവിലെ എന്നെയും വിളിച്ചായിരുന്നു. ചേച്ചിയുടെ ജോലി പോകുന്ന കാര്യം ചേട്ടൻ നേരത്തെ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ടാ ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്തേ. ആ 25 ലക്ഷം രൂപയുടെ മാസാമാസം കിട്ടുന്ന പലിശ എടുത്ത് അത്യാവശ്യം ഇവന്റെ പഠിത്തവും എന്റെ ചെലവും നടത്തണമെന്നാ ഗൗതം പറഞ്ഞിരിക്കുന്നത്. മാസം 10,000 രൂപ എന്തായാലും പലിശ കിട്ടാതിരിക്കില്ല. ദേ പാസ്ബുക്ക് കണ്ടോ? അമ്മേ, ഗൗതം പണം ഫിക്സഡ് ഇടാന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് അത് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഗൗതമിനോട് ചോദിച്ചു വാങ്ങാനായിരുന്നെങ്കിൽ ഞാൻ തന്നെ അതങ്ങ് ചോദിച്ച് ചെയ്താ പോരായിരുന്നോ? ഇതിപ്പോ വേണ്ടാത്ത പണിയായി പോയല്ലോ അമ്മേ. മോളുടെ വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ പണം വേണ്ടാന്ന് പലവട്ടം ഗൗതം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. പക്ഷെ കേക്കണ്ടേ? എത്ര നിർബന്ധിച്ചാലും വേണ്ടാന്ന് പറയണമായിരുന്നു. ഇതിനു വേണ്ടി നിഖിലിനെ പറഞ്ഞു വിടുകയും ചെയ്യരുതായിരുന്നു. പറയുന്നതിനും ഒഴിയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മോളെ? പക്ഷെ അമ്മയുടെ മകനായിരുന്നു ഞാനെങ്കിൽ ഈ പണം തരുമ്പോ വേണ്ടാന്ന് പറയായിരുന്നോ എന്നാ ഗൗതമോൻ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? എന്റെ അമ്മയും അനിയനും കഷ്ടപ്പെടുന്നത് കണ്ടോണ്ട് എനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമോ എന്ന് ഗൗതമോൻ ചോദിക്കുമ്പോ പിന്നെ എതിർത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ നിഖിലിനെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നാലും ഇത് വേണ്ടായിരുന്നു അമ്മേ. ഇനിയിപ്പോ വലിയ അഭിനയൊന്നും കാഴ്ചവെക്കണ്ട. കിട്ടണത് കിട്ടിയല്ലോ. ഗൗതമിന്റെ മുന്നിൽ അഭിനയിച്ച് കാണിച്ച് ആവശ്യത്തിന് ഒന്നങ്ങ് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഭയങ്കര അഭിമാനം പറയും. എല്ലാരും നിങ്ങളെ പോലെയാണെന്ന് കരുതരുത് രേണുകേ. അത് തെറ്റാണ്. സത്യം പറഞ്ഞ എനിക്ക് ഈ പണം ഭാരമായിട്ടാ തോന്നുന്നത്. അത്രയ്ക്ക് ഭാരമായിട്ട് തോന്നുന്നെങ്കിലേ അതിന്ന് പാതി ഇങ്ങ് തന്നേക്ക്. ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ. ഇവരുടെയൊക്കെ പറച്ചിലുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. നീ അകത്ത് ചെന്ന് വല്ലതും കഴിക്കുമോളെ. ഇല്ല മാവ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് ഇറങ്ങുക. അത് കൊള്ളാം. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയല്ലോ. അതിനു മുമ്പ് ഇറങ്ങാൻ പോവാ. അമ്മേ, എനിക്ക് പോണം. അത്യാവശ്യമായിട്ട് ഗൗതമിനെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അമ്മാവ, ഞാൻ ഇറങ്ങാം. ശരിയടാ. ശരി.